നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ശരിക്കും എൻ്റെ അടുത്തൊരു ഭക്ത, നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വോയിസ് നോട്ട് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടപ്പോൾ ഈ പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും കൂടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഉപകാരമാകും. ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ അവരുടെ ബാലാരിഷ്ടതകൾ, അങ്ങനെ അവർക്ക് അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരിക, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ സാമ്പത്തികം തകർന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമാകൂലേ. കാരണം സാമ്പത്തികം എന്ന് പറയുന്നത് നമുക്കത് അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ അവരുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇതൊക്കെ വന്നാൽ തന്നെ വളരെയധികം വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ്, എന്ത് വഴിപാട് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വഴിപാടുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അതല്ലാതെ ഇതൊക്കെ മറികടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഭഗവാനെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്രയധികം അത്ഭുത സിദ്ധിയുള്ള കുറച്ച് മന്ത്രങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഗോപാല മന്ത്രങ്ങളെ കുറിച്ച്. അത് 8 ഗോപാല മന്ത്രങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ഫലപ്രാപ്തിയാണ്. അപ്പോൾ ആ ചിട്ടയോട് കൂടിയിട്ട് വിശ്വാസത്തോടു കൂടി ജപിക്കുകയാണെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതേപോലെ സംഭവിക്കും. ഇത് ജപിച്ചിട്ട് നല്ല ഫലപ്രാപ്തി ലഭിച്ചിട്ടുള്ള ഭക്തരുണ്ട്. അത് നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടും കൂടിയുള്ള കാര്യമാണ്. അത്രയും അത്ഭുത ശക്തിയുള്ള സിദ്ധിയുള്ള ഗോപാല മന്ത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ചിട്ടയോട് കൂടിയിട്ട് ജപിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. വിശ്വാസത്തോട് കൂടിയിട്ട് ജപിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗോപാല മന്ത്രങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കതിന് ആ ഒരു പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടല്ലോ, എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അലങ്കരിച്ചിരിക്കുന്നത്. നമ്മൾ ആ വതിൽമാടം കടന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും അത്രയും തിളക്കാണ് കാണുന്നത് ഭഗവാനെ. നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അഴിഞ്ഞിട്ട് അത്ര ഭംഗിയിലാണ് ഭഗവാൻ ഇന്നലെ അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ. അതും ഊഞ്ഞാലിലിരുന്നിട്ട് ആടിക്കൊണ്ടിരിക്കുക ഭഗവാൻ. ചെറിയൊരു ഉണ്ണിയാണ്, ഒരു 2-3 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ പ്രായമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല ചെറിയ ഒരു തടിച്ചു ഉണ്ടുമണിയായിട്ടുള്ള ഉണ്ണി എന്നൊക്കെ പറയില്ലേ, അതേപോലെയായിരുന്നു ഭഗവാൻ. നല്ല സന്തോഷം കേട്ടോ മുഖത്ത്. കാരണം ഊഞ്ഞാലൊക്കെ അല്ലേ കെട്ടി കൊടുത്തിരിക്കുന്നത്, അതും സ്വർണത്തിന്റെ പടിയൊക്കെ ആയിട്ടുള്ള ഊഞ്ഞാല. അപ്പൊ എന്ത് ഭംഗി ഉണ്ടാകും കാണാനായിട്ട്, എന്ത് സന്തോഷം ഉണ്ടാകും നമ്മുടെ ഭഗവാന്. പ്രിയപ്പെട്ട പൊന്നോടക്കുഴൽ കയ്യിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഊഞ്ഞാൽ പടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. 2 കുഞ്ഞു കൈകൾ കൊണ്ടും ആ ഊഞ്ഞാൽ വള്ളിയിൽ പിടിച്ചിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആരാണാവോ എന്നെ വന്നിട്ട് ഒന്ന് ഊഞ്ഞാലാട്ടി തരിക എന്നുള്ള ഭാവത്തിൽ. നമുക്ക് എല്ലാവർക്കും ഊഞ്ഞാലാട്ടാനായിട്ട് തോന്നും കേട്ടോ. അത്ര ഭംഗിയിൽ ഊഞ്ഞാലും നല്ല രസത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇന്നലെ 3 തിരുമുടിമാലയായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത്. അതിലേറ്റവും മുകളിലുള്ളത് തെച്ചിപ്പൂക്കളും നന്ദ്യാർവട്ട പൂക്കളും കൊണ്ടായിരുന്നു. അതിൽ തെച്ചിപ്പൂക്കളാണ് കൂടുതലോട്ടോ, കൂടുതലും ചുവപ്പ്, പിന്നെ കുറച്ച് വെള്ള, അങ്ങനെയായിരുന്നു. 2ാമത്തെ തിരുമുടിയിൽ അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്. 3ാമത്തെ തിരുമുടിയിലും ആദ്യത്തെ പോലെ തന്നെ നന്ദ്യാർവട്ടവും തെച്ചിപ്പൂക്കളാണ്. പക്ഷെ ഇതിൽ നന്ദ്യാർവട്ടാണ് കൂടുതൽ, വെളുത്ത നിറമാണ് കൂടുതൽ കാണുന്നത്. തെച്ചിപ്പൂക്കൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട്, അതിൽ 3 നിറമുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, പിന്നെ താമരയുടെ ഇതളും കൂടിയിട്ടാണ് ആ ഒരു ഉണ്ടമാല കോർത്തിരിക്കുന്നത്. ഇതിന് നടുക്കാണ് സുന്ദരനായിട്ട് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊൻ കിരീടമൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ 2 കുഞ്ഞു പീലികൾ നെറുകിൽ ഇങ്ങനെ കാണാം. പീലിയൊക്കെ ഇങ്ങനെ ചൂടിക്കൊടുത്തിട്ടുണ്ട് യശോദാമ്മ. നെറ്റിയിലെ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. വലിയ കാതുപൂക്കളുണ്ട്. എന്താ സന്തോഷം എന്നറിയോ ഭഗവാന്റെ മുഖത്ത്. നമ്മളെയൊക്കെ കാണുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും വന്നിട്ട് ഊഞ്ഞാലാട്ടൂലോ, അത് ആലോചിക്കുമ്പോഴുള്ള ഒരു സന്തോഷം കൂടെ ഭഗവാനുണ്ട്. അപ്പോൾ ആ ഊഞ്ഞാലാടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ചാർത്തി ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ മാലകൾ ഇട്ടിട്ടുണ്ട്. അത്രയധികം ആഭരണങ്ങൾ അന്നലെ അണിഞ്ഞിരിക്കുന്നത്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. ഈ ഇടത്തെ കൈയിലാണ് ഓടക്കുഴൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അത് ആ ഊഞ്ഞാൽവള്ളിയുടെ കൂടെ ആ ഭാഗത്തായിട്ട് തന്നെയാണ് നമുക്ക് ഓടക്കുഴൽ കാണാം. വലത്തേ കൈ കൊണ്ട് ഈ വള്ളിയിൽ പിടിച്ചിട്ടുണ്ട്. അതിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന നല്ല ഇങ്ങനെ അടുക്കുകൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ലേ, അത് തുടയുടെ ഭാഗത്തും കാണാം, കാൽമുട്ടിന്റെ അവിടെയും കാണാം. പിന്നെ കാൽ തളകളായിട്ട് 2 തളകളൊക്കെ അണിഞ്ഞ പോലെ തോന്നാം. അത്രയ്ക്കും വീതിയിലുള്ള ആഭരണങ്ങളൊക്കെയാണ് ഭഗവാനെ ഇന്നലെ അണിയിച്ചു കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ആ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ കാണുമ്പോഴുള്ള നമ്മുടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും തിളക്കത്തോട് കൂടിയിട്ട് സുന്ദരനായിട്ടുള്ള പൊന്നുണ്ണി എന്ന് തന്നെ പറയാം. കാരണം ആകെ പൊന്നിൻ്റെ തിളക്കാണ് നമുക്ക് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുക. അപ്പോൾ പൊന്നുണ്ണിക്കണ്ണനായിട്ടായിരുന്നു യശോദാമ്മ ഇന്നലെ ഭഗവാനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ. മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ ആ ശീലകത്തിൽ നിന്നിട്ട് ഉണ്ണിക്കണ്ണൻ്റെ ഊഞ്ഞാലിങ്ങനെ പതുക്കെ ആട്ടിക്കൊടുക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചോളൂ. നമ്മുടെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ഊഞ്ഞാലാടുന്ന ഉണ്ണിയെ തൊഴുതിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ. ഗണപതിക്ക് നില കളഭം കൊണ്ടായിരുന്നു, എല്ലാവർക്കും നില കളഭം കൊണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അരയിലെ ഒരു കസവും കൊണ്ടാണ് ഗണപതി ചുറ്റിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ പച്ച നിറത്തിലുള്ള പട്ടുകൊണ്ട് അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. വരദാന മുദ്ര വലതേ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ കദളിപ്പഴമാണ് പിടിച്ചിരിക്കുന്നത്. നല്ല സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് കേട്ടോ ഗണപതി ഇരിക്കുന്നത്. പിന്നെ ഈ നെറ്റിത്തടത്തുനിന്ന് മുകളിൽ അങ്ങോട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അത് ഈ ചുവപ്പും കറുപ്പും നിറം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. മറ്റേ ചുവപ്പിൻ്റെ കൂടെ വെള്ളയൊക്കെ ആയിട്ട് സാധാരണ എപ്പോഴും കാണുന്ന ഒരു അലങ്കാരം ഉണ്ടാവാറുണ്ട്. പക്ഷേ ചുവപ്പിൻ്റെ കൂടെ കറുപ്പ് നിറത്തിലുള്ള ആ നൂലുകളൊക്കെ പ്രത്യേക ഭംഗിയിൽ ഒട്ടിച്ചിട്ട് അത് നല്ല നല്ല ചന്തണ്ടായിരുന്നു കാണാനായിട്ട് ആ അലങ്കാരം. പിന്നെ നെറുകിലെ ചന്ദ്രകല വെച്ചിട്ടുണ്ട്, മയിൽപ്പീലിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭഗവാന്റെ പോലെ ചന്ദ്രകലയുണ്ട് മയിൽപ്പീലി രണ്ടും ഉണ്ട്, അതാണ് പ്രത്യേകത. അങ്ങനെ സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഗണപതിയായിരുന്നു. എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ കേട്ടോ. നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി ഭഗവതീനെ കാണാം കേട്ടോ. ഭഗവതിയമ്മയുടെ അലങ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമോ, ഒരു കുഞ്ഞു മുഖമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. ചെറിയ ഉണ്ണിയായിട്ടുള്ള ഭഗവതി അല്ല, പക്ഷെ മുഖത്തിൻ്റെ വലിപ്പം നന്നേ ചെറുതായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ ആ ഉടയാടകളൊക്കെ നല്ല വലിപ്പത്തിലുള്ളതായിരുന്നു. അത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വെളുത്ത നിറത്തിലുള്ള ഉടയാടൻ. അതിലെ ഭഗവാന്റെ ചിത്രത്തിൽ ആലിലക്കണ്ണനായിട്ട് കിടക്കുന്ന ഉണ്ണിയുടെ പ്രിന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു ഉടയാടിയിരുന്നു. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ബ്രൗൺ നിറത്തിലെ ഒരു വെൽവെറ്റ് പോലത്തെ, അത് പട്ട് പോലെ എന്നാലും വെൽവെറ്റ് പോലെയും തോന്നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ ഒരു കസവിൻ്റെ ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു ഉത്തരയും കൂടെ ഭഗവതിക്ക് ഉണ്ടായിരുന്നു. മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കുഞ്ഞു കമ്മലൊക്കെ കാതിലണിഞ്ഞിട്ടുണ്ട്, കുഞ്ഞു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് നന്നേ ചെറുതായി തൊടാനായിട്ട് സാധിക്കുള്ളൂ. അത്രയും കുഞ്ഞു മുഖമായിട്ടാണ് ഭഗവതി അമ്മയുടെ മുഖം ചാർത്തിയിരിക്കുന്നത്. മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത്ര സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അത്ഭുത ശക്തിയുള്ള ഗോപാലമന്ത്രങ്ങളെ കുറിച്ച് പറയാം കേട്ടോ. 8 ഗോപാലമന്ത്രങ്ങളാണ് ഞാനിവിടെ പറയണത്. ഇതിൽ ചിലതൊക്കെ ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കും, ചിലത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രയും അത്ഭുത ശക്തിയുള്ളതാണ്. നമ്മളിത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിട്ടയോട് കൂടി ജപിക്കുകയാണെങ്കിൽ അത്രയും ഫലമാണ് ലഭിക്കുക. ഇതിലെല്ലാ മന്ത്രങ്ങളും ഞാൻ സ്ഥിരമായിട്ട് ജപിക്കുന്ന ആളല്ല കേട്ടോ. ചിലത് മാത്രമേ ഞാൻ ജപിക്കാറുള്ളൂ, അത് മാത്രമാണ് എനിക്ക് കാണാതെ പറയാനായിട്ടും സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ എല്ലാതും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഓരോരുത്തർക്കും ഏതാണോ ചൊല്ലാനായിട്ട് ജപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ജപിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ 8 മന്ത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അത് ശുദ്ധമായിരിക്കുന്ന സമയത്ത്, കാരണം മന്ത്രങ്ങളാണ്, ചിട്ടയോട് കൂടിയിട്ട് ശുദ്ധമായിട്ട് ജപിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ തെറ്റുകൂടാതെ വേണം ജപിക്കാനായിട്ട്. അതാണ് മന്ത്രങ്ങളുടെ പ്രത്യേകത. അപ്പോൾ തെറ്റുകൂടാതെ നന്നായി പഠിച്ചതിന് ശേഷം നിത്യേന ജപിക്കുകയാണെങ്കിൽ, അത് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്ന സമയത്ത് ജപിക്കാം കേട്ടോ. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ജപിക്കാം, അങ്ങനെയുണ്ട്. കാരണം എത്രത്തോളം ജപിക്കാമോ അത്രത്തോളം ജപിച്ചു കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. ഈ പറയണത് ശ്രദ്ധിക്കുന്നുണ്ടോ? തെറ്റുകൂടാതെ ജപിക്കുക, ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് ജപിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് ആയുർ ഗോപാലത്തെ കുറിച്ചാണ് കേട്ടോ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആയുസ്സിന് വേണ്ടിയിട്ട്, ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ് ആയുർ ഗോപാല മന്ത്രം ജപിക്കുന്നത്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജപിക്കുക. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക്, മാതാപിതാക്കൾക്ക്, അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, അതായത് പിതാവിനും ജപിക്കാം. മറ്റാർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആയുർ ഗോപാല മന്ത്രം ജപിക്കാം കേട്ടോ. അത് ആയുസ്സിന് വേണ്ടിയിട്ടാണ്, ആരോഗ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ നമുക്ക് ദീർഘായുസ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യത്തിന്, ദീർഘായുസ്സിന് വേണ്ടിയിട്ട് ജപിക്കുന്ന ഗോപാല മന്ത്രമാണ്, ഏറ്റവും ആദ്യത്തെ ഗോപാല മന്ത്രമാണ് ആയുർ ഗോപാല മന്ത്രം. അപ്പോൾ ഇത് ജപിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് ആ ഒരു മന്ത്രം. അത് തെറ്റുകൂടാതെ ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ദീർഘായുസ്സിനായിട്ട്. അടുത്തതായിട്ട് സന്താന ഗോപാല മന്ത്രമാണ് കേട്ടോ.
അത് കുട്ടികളുടെ ശ്രേയസ്സിനായിട്ട്, കുട്ടികൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സന്താന ലബ്ധിക്കായിട്ടും ജപിക്കേണ്ടുന്ന ഒരു മന്ത്രമാണ് സന്താന ഗോപാല മന്ത്രം. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ നാഭിയിൽ തൊട്ട് ജപിക്കണം എന്നാണ് പറയുക. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ വേറെ ശുദ്ധമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അവർ ശുദ്ധിയായിട്ടിരിക്കുന്ന സമയമാണ്. അതായത് മറ്റു തരത്തിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അശുദ്ധികളൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എത്രത്തോളം ജപിക്കുന്നു അത്രത്തോളം നല്ലതാണെന്ന് പറയാം. നല്ല ആരോഗ്യമുള്ള, ആയുസ്സുള്ള, ഒരു നല്ല സൽസ്വഭാവിയായിട്ടുള്ള കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം ആ പ്രാർത്ഥനയിൽ തന്നെ പറയണത് ഭഗവാനെ പോലുള്ള കുഞ്ഞുണ്ടാകണേ എന്നാണ്. അതായത് ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് ഈ ഒരു മന്ത്രത്തിൽ. നേരത്തെ ശരണം ഗത എന്നായിരുന്നു, ഇതിലെ തനയം എന്നാണ്. ആ ഒരു വാക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ രണ്ടും രണ്ട് തരത്തിലുള്ള മന്ത്രങ്ങളാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർ ജപിക്കുന്നത്. നല്ല കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ അവർ അവതാരം വഴിപാടൊക്കെ ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം സന്താന ഗോപാല മന്ത്രവും നിത്യേന ജപിച്ചിരുന്നു. നല്ലൊരു ആൺകുഞ്ഞ് അവർക്ക് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരാളുടെ അനുഭവമല്ല, നിരവധി പേരുടെ. ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള ഫലം നൽകും. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അതാ പറയണത്, ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ടുള്ള ഭഗവാനെ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എനിക്ക് പുത്രനെ നൽകിയാലും എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് പറയണത്. അപ്പോൾ ഭഗവാനെ പോലുള്ള പുത്രനെ നൽകണമെങ്കിൽ അത്രയും നല്ല കുഞ്ഞിനെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. എല്ലാം കൊണ്ടും നല്ല കുഞ്ഞിനെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ കുട്ടികളുടെ സന്താനലബ്ധിക്കായിട്ടും അതേപോലെ തന്നെ സന്താനങ്ങളുടെ പുരോഗതിക്കായിട്ടും സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ ആയിട്ടാണ് സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് അടുത്ത ഗോപാല മന്ത്രമായിട്ട് പറയണത്. അടുത്തത് രാജഗോപാല മന്ത്രമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനായ. ഇതിൻ്റെ അർത്ഥം പറയുന്നത് മഹായോഗിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവനും ഗോവിന്ദനും പരമാനന്ദ രൂപിയുമായ അല്ലയോ കൃഷ്ണ, എല്ലാം നിനക്ക് അധീനമാകട്ടെ എന്നാണ് പറയണത്. അതായത് ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഭഗവാനെ വിളിച്ചാൽ മാത്രം മതി, നമ്മൾ എന്ത് ചോദിച്ചാലും ഭഗവാൻ തരും. പക്ഷെ അതിന് ഓരോ സമയമുണ്ടെന്ന് മാത്രം. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള ഗോപാല മന്ത്രങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറയണത്. അപ്പോൾ ഈ ഒരു രാജഗോപാല മന്ത്രം നമ്മൾ നിത്യേന ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമ്പൽ സമൃദ്ധിയാണ് അതിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയണത്, ആ ജപത്തിൻ്റെ ഫലമായിട്ട് പറയണത്. വശ്യം, തൊഴിൽ പരമായിട്ടുള്ള പുരോഗതി, മികച്ച തൊഴിൽ ലാഭം. അപ്പോൾ ഈ തൊഴിൽ മേഖല തന്നെ നമുക്ക് ശരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറും. അപ്പോൾ സമ്പൽ സമൃദ്ധിയാണ് അതിലൂടെ വരിക. അത് തന്നെയാണ് അതിൻ്റെ ഫലമായിട്ടും പറയുന്നത് കേട്ടോ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് രാജഗോപാല മന്ത്രമാണ്. ഇനി അടുത്തത് ദശാക്ഷരി ഗോപാലാണ്. അത് ഗോപീജന വല്ലഭായ സ്വാഹ. ഇത്രയേ ഉള്ളൂ. ദശാക്ഷരി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോപീജന വല്ലഭായ സ്വാഹ. ഇതിൻ്റെ അർത്ഥം ഗോപീജനങ്ങളുടെ നാഥനായിക്കൊണ്ട് സമർപ്പണം. അതായത് നാഥനായി കണ്ടിട്ട്, അതായത് ഗോപീജനങ്ങളുടെ നാഥനാണ്. അതാണ് ഗോപിക വല്ലഭൻ എന്ന് പറയുന്നത്. ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഗോപികമാര്. ആ ഗോപികമാരുടെ പേരിലാണ് ഭഗവാനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എത്രമാത്രം ഇഷ്ടം ഉണ്ടായിരിക്കും ഗോപീജന വല്ലഭായ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ. അത്രയേ ഉള്ളൂ. ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അതിലൂടെയാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് അത് നേടിയെടുക്കുക എന്നല്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നൽകിയിരിക്കും. അതാണ് അതിൻ്റെ ആ ഒരു സങ്കല്പമായിട്ട് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ജപിച്ചു കഴിഞ്ഞാൽ അഭീഷ്ട സിദ്ധിയാണ്. നമ്മൾ എന്ത് കാര്യം നമ്മൾ ആഗ്രഹിക്കണോ അതെല്ലാം നമുക്ക് നടക്കുന്നതാണ് പറയുക. ഭഗവാന്റെ ഭക്തരെല്ലാവരും നല്ല കാര്യങ്ങളല്ലേ ആലോചിക്കുള്ളൂ, നല്ല കാര്യങ്ങളല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ, അത് ഭഗവാൻ നടത്തി തരും. അതേപോലെ തന്നെ പൊതു രംഗത്ത് വിജയം, മികച്ച വിവാഹ ലാഭമായിട്ടും കൂടെ പറയുന്നുണ്ട് കേട്ടോ. കാരണം വിവാഹം എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹം ലഭിക്കുക എന്നുള്ളതല്ലേ, അത് നടന്ന് കിട്ടുക എന്നുള്ളതല്ലേ അതിൻ്റെ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ആഗ്രഹിക്കുക. അപ്പോൾ അഭീഷ്ട സിദ്ധിയാണ് ഈ ഒരു ദശാക്ഷരി ഗോപാലത്തിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയുന്നത് കേട്ടോ. അടുത്തത് വിദ്യാഗോപാല മന്ത്രമാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിദ്യ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ജപിക്കാം. എല്ലാ ദിവസവും കുട്ടികൾ ഇപ്പോൾ രാവിലെ എണീറ്റ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എണീറ്റ് കുളിച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ ദിവസേന ജപിക്കുന്നത് വളരെ നല്ല ഫലം നൽകും കേട്ടോ. കാരണം കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. പക്ഷെ കുട്ടികൾ മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിദ്യാഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക് ജപിക്കണോ? തീർച്ചയായിട്ടും. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്ക് എപ്പോഴും നിന്ന് സാധിച്ചു എന്നൊന്നും വരില്ല. നമ്മൾ അവരെ നിർബന്ധിച്ച് ജയിപ്പിക്കുക എന്നുള്ളതല്ല. അവർ
എല്ലാ ദിവസവും അതൊരു ശീലമാക്കി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടും അമ്മമാർക്ക് ജപിക്കാം. നമ്മുടെ സങ്കല്പത്തിനാണ് എപ്പോഴും പ്രാധാന്യം എന്ന് പറയാറുണ്ടല്ലോ. അപ്പം അതാണ് വിദ്യാഗോപാല മന്ത്രമായിട്ട് പറയുന്നത് കേട്ടോ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. അതാണ് മന്ത്രമായിട്ട് പറയണത്. അപ്പം ഇത് ജപിച്ചു കഴിഞ്ഞാലുള്ള ഫലം വിദ്യാലാഭമാണ്, ഉന്നത വിദ്യ, പഠന മികവ്, പിന്നെ ബുദ്ധി എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്, ആ ബുദ്ധിയെ ഉണർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറേ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ തല നിറയെ വയറ് നിറയെ ബുദ്ധിയാന്നൊക്കെ നമ്മൾ പറയൂലേ. പക്ഷെ അത് ആവശ്യ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള അറിവ് ഭഗവാൻ നൽകണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് വിദ്യാഗോപാല മന്ത്രം ജപിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ജപിക്കാം, മുതിർന്നവർക്ക് എന്ത് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിദ്യാഗോപാല മന്ത്രം ജപിക്കാം. അടുത്തതായിട്ട് പറയുന്നത് ഹയഗ്രീവ ഗോപാലാണ് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ്. ആ മന്ത്രം ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കാം. ഉദ്ഗിരിത് പ്രണവോദ്ഗീതം സർവവാഗീശ്വരേശ്വര സർവ വേദമചിന്യ സർവം ബോധയ ബോധയ. ഇതിൻ്റെ അർത്ഥം പറയുന്നത് എന്താണെന്നറിയോ? പ്രണവമാകുന്ന ഉദ്ഗീതനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവനെ, എല്ലാ അറിവുകളുടെയും അധിപതി, എല്ലാ വേദങ്ങളോടും കൂടിയവനെ എല്ലാം എനിക്ക് മനസ്സിലാക്കി തരിക എന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള അറിവുകളും എല്ലാ തരത്തിലുള്ള ജ്ഞാനവും നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഹയഗ്രീവ ഗോപാലം ജപിക്കുന്നത് കേട്ടോ. അതായത് സർവജ്ഞാന ലബ്ധി, പിന്നെ നമുക്ക് ആ ചിന്തിക്കാനുള്ള, നമുക്ക് ആ അറിവ് നേടിയെടുക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വർധനവ്, വാക്ചാതുര്യം, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് അല്ലേ? എല്ലാ അറിവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുകയാണ്, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ ഒരു മൂലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടത്തി പോരാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാത്തിലും നമുക്ക് അറിവുണ്ടാകണം. ആ എല്ലാ തരത്തിലുമുള്ള ജ്ഞാനത്തെ നൽകണേ, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആറാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹയഗ്രീവ ഗോപാല മന്ത്രമാണ്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് ഹയഗ്രീവ ഗോപാല കേട്ടോ. അടുത്തതായിട്ട് പറയുന്ന ഗോപാല മന്ത്രം മഹാബല ഗോപാലാണ് കേട്ടോ. അത് പറയാം. നമോ വിഷ്ണവേ സുരപതയെ മഹാബലായ സ്വാഹ. അങ്ങനെയാണ് പറയണത്. അതായത് സുരപതിയും മഹാബലശാലിയും ദേവരാജാവുമായ വിഷ്ണുവിനെ നമസ്കാരം. അതായത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ അത് മഹാബലായ എന്ന് പറയുന്നുള്ളൂ, ബലവർദ്ധനവാണ്. അതായത് ശക്തിയാണ് നമുക്ക് ഉണ്ടാകുക. ഈ ശക്തി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ശക്തിയുണ്ട്. ഒന്ന് ആത്മീയപരമായിട്ടുള്ള ശക്തിയുണ്ട്, ഒന്ന് ശാരീരികപരമായിട്ടുള്ള ശക്തിയുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ശക്തിയാണെങ്കിലും അത് ലഭിക്കും. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ശക്തി എല്ലാവർക്കും വേണമല്ലേ? നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട്, നമുക്ക് ആരോഗ്യത്തോടു കൂടി നടക്കാനായിട്ടുള്ള ആ ഒരു ശക്തി വേണം. ഒപ്പം തന്നെ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒന്നാണ് ഈ ആത്മധൈര്യം എന്ന് പറയുന്നത്. ഈ ധൈര്യം, ഈ ഒരു ശക്തി ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിട്ടിരിക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു ശക്തി ഉണ്ടാകാനായിട്ട്, അതായത് നമുക്ക് വിഷമഘട്ടങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള മനോബലം കൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം മഹാബല ഗോപാലം ജപിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഏഴാമത്തെ ഗോപാല മന്ത്രം. അടുത്തത് എട്ടാമത്തെ അവസാനത്തെ ഗോപാല മന്ത്രമാണ്. ഇത് ദ്വാദശാക്ഷര മന്ത്രമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് ഭഗവാനെ വിളിക്കലാണത് ആ ഒരു മന്ത്രത്തിലൂടെ ചെയ്യുന്നത്. ഇത് നിത്യേന ജപിക്കുന്നവരുണ്ട്, എപ്പോഴും നാവിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഭഗവാന്റെ മന്ത്രമാണ് കേട്ടോ ദ്വാദശാക്ഷര മന്ത്രം. ഇത് ജപിച്ചു കഴിഞ്ഞാൽ 4 തരത്തിലുമുള്ള മോക്ഷങ്ങൾ സാധ്യമാകുമെന്നാണ് പറയുന്നത്. അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നമുക്ക് സാധ്യമാകും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ സേവിക്കുന്ന ആ ആത്യന്തികമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത് മോക്ഷപ്രാപ്തിയാണ് അല്ലേ? അപ്പം എല്ലാ തരത്തിലുള്ള മോക്ഷപ്രാപ്തിയും ഈ ഒരു നാമം, ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് പറയണത്. അപ്പോൾ ആ ഒരു മന്ത്രത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിൽ ഏത് മന്ത്രങ്ങളാണെങ്കിലും എല്ലാത്തിൻ്റെയും ആ ഒരു കാര്യസാധ്യമാണെങ്കിലും വിദ്യാവിജയമാണെങ്കിലും എല്ലാത്തിൻ്റെയും ഫലപ്രാപ്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചിട്ടയോട് കൂടിയിട്ട് നിത്യേന ജപിക്കുന്നത് വളരെ വളരെ ഗുണം നൽകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ജപിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഭഗവാനെ വിളിക്കുന്നതിന് മുൻപും ഭഗവാനെ വിളിച്ച് തുടങ്ങിയതിന് ശേഷവും ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്തും രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് തീർച്ചയായിട്ടും നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് പറയണത്. ഭഗവാന്റെ നാമങ്ങളാണെങ്കിലും ഭഗവാന്റെ മന്ത്രങ്ങളാണെങ്കിലും അത്രയേറെ
പവർഫുൾ ആയിട്ടുള്ളതാണ്. അത് വിശ്വാസത്തോടു കൂടി ജപിക്കുന്നവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഗോപാലമന്ത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചിലതൊക്കെ ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്നാലും ഈ അഷ്ടഗോപാല മന്ത്രങ്ങൾ ദിവസേന ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ഫലപ്രാപ്തിയും എല്ലാവർക്കും ലഭിക്കും കേട്ടോ. അപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാനെ ആശ്രയിക്കാനായിട്ട് പല മാർഗങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഗോപാല മന്ത്രങ്ങൾ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, അത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഒന്നും കൂടെ പറയുകയാണ് കേട്ടോ. നാളെയാണ് കറുത്തവാവ് വരുന്നത്. ബലിയിടേണ്ട ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും ഒരിക്കലും ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ. ഞാനിങ്ങനെ ചിട്ടകളായിട്ട് അങ്ങനെ വലിയ ചിട്ടകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീഡിയോയിൽ പറഞ്ഞ സമയത്തും. ക്ഷേത്രങ്ങളിൽ പോയിട്ട് ബലിയിടാനായിട്ട് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ പോകാൻ പറ്റാത്തവർക്കും വീട്ടിലിരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആരും ഒഴിവാക്കാതെ നമ്മുടെ പൂർവികരെ സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം നമുക്ക് നേടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കടമകളിൽ ഒന്നാണ് ഈ ഒരു ബലിയിടുക എന്നുള്ള ചടങ്ങ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് ഭംഗിയായി തന്നെ നിർവഹിക്കും എന്നും കൂടെ കരുതാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.